നമസ്കാരം. കർക്കടവ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് നിസാൻ എക്സ്ട്രയിലാണ്. ഡൽഹിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഒരു നാഷണൽ മീഡിയ ഡ്രൈവിൻ്റെ ഭാഗമായി ഓഗസ്റ്റ് 7-ന് ഇന്ത്യൻ വാഹന ലോകത്തേക്ക് എത്തുന്ന നിസാൻ എക്സ്ട്രയിൽ ഓടിക്കാൻ സാധിച്ചു. വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർഷത്തെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു ഓട്ടോമൊബൈൽ മാനുഫാക്ചറാണ് നിസാൻ മോട്ടോർ കോർപ്പറേഷൻ. ഈ വാഹന ബ്രാൻഡ് 2005-ലാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. നിസാൻ ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ചെന്നൈയിലാണ് ഉള്ളത്. അപ്പോൾ 2022-ൽ നിസാൻ അവതരിപ്പിച്ച എക്സ്ട്രയിലിൻ്റെ 4ാം ജനറേഷൻ 2 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. 7 സീറ്റർ SUV ആഗ്രഹിക്കുന്നവർക്ക് ആ ഒരു ശ്രേണിയിലേക്ക് വരുന്ന കരുത്തനായിട്ടുള്ള ഒരു പോരാളി എന്ന് തന്നെ നമുക്ക് നിസാൻ എക്സ്ട്രയിലിനെ പറയാം. ദീർഘദൂര യാത്രയ്ക്ക് ഫാമിലിയെ മൊത്തത്തിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം സെലക്ട് ചെയ്യുന്നവർ ശരിക്കും ഇന്ത്യയിൽ കൂടി വരികയാണ്. അപ്പോൾ ആ ഒരു മത്സരത്തിലേക്ക് നിസാൻ അവരുടെ ഒരു ജാപ്പനീസ് ടെക്നോളജി അല്ലെങ്കിൽ ജാപ്പനീസ് DNA ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അതിൽ ട്രസ്റ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഏറ്റവും ഒരു നല്ല പ്രോഡക്റ്റ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതാണ് നിസാൻ എക്സ്ട്രയിൽ. ശരിക്കും ഇത് 4ാം ജനറേഷനാണ്. 2001-ൽ നിസാൻ ടെറാനോയ്ക്ക് റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് നിസാൻ എക്സ്ട്രയിൽ അവർ അവതരിപ്പിച്ചത്. പിന്നീട് ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇപ്പം 4ാം ജനറേഷനിലെ എക്സ്ട്രയിലിൽ ഒരുപാട് നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എൻജിനുണ്ട്. 2024-2026 കാലഘട്ടത്തിലെ പ്ലാൻ പ്രകാരം നിസാൻ ഇന്ത്യ 3 മോഡലുകളാണ് ഇനി കൊണ്ടുവരുന്നത്. അതിൽ ഒരു അഫോർഡബിൾ EV ഉണ്ട്. അതുപോലെ തന്നെ നിസാൻ മാഗ്നൈറ്റിൻ്റെ ഒരു പുത്തൻ പതിപ്പും വരാൻ പോവുകയാണ്. അതുപോലെ മറ്റൊരു SUVയും എത്താൻ പോകുന്നു. നിസാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റാണ്. ഇതുവരെ അവർ ഇന്ത്യയിൽ 13 മോഡലുകളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ 1.1 മില്യൺ കാറുകളാണ് ഇവിടെ നിന്ന് അവർ എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിസാനെ സംബന്ധിച്ചിടത്തോളം ഈ 7 സീറ്റർ SUVയുടെ ലോഞ്ച് തീർച്ചയായിട്ടും വളരെ പ്രാധാന്യമർഹിക്കുന്നു. ഈ വാഹനത്തെ, അതായത് ജാപ്പനീസ് DNAയിലുള്ള ഒരു വാഹനത്തെ, ജാപ്പനീസ് ടെക്നോളജി ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നവർ ഒക്കെ തന്നെയും എക്സ്ട്രയിലിൻ്റെ വരവ് കാത്തിരിക്കുകയാണ്. 20 വർഷത്തെ ലെഗസി പറയുന്ന ഒരു വാഹനമാണ് നിസാനെ സംബന്ധിച്ചിടത്തോളം എക്സ്ട്രയിൽ. ശരിക്കും 2001-ലാണ് ആദ്യമായി അവർ ഈ വാഹനം ലോഞ്ച് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. 4ാം ജനറേഷനിലെ വാഹനമാണ്. ഇത് വളരെ റിഫ്രഷ്ഡ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഇപ്പോൾ എത്തിയത്. ആദ്യം ഈ വാഹനം അവർ അവതരിപ്പിക്കുമ്പോൾ ഇതിൻ്റെ ഒരു 4x4 പതിപ്പിലൊക്കെ ആയിരുന്നു അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് വരുന്നത് 2 വീൽ ഡ്രൈവ് മാത്രമാണ്. അതുപോലെ തന്നെ 7 സീറ്റർ വാഹനമാണ് ഇന്ത്യയിലേക്ക് അവർ കൊണ്ടുവരുന്നത്. കംപ്ലീറ്റ് ബിൽറ്റപ്പ് യൂണിറ്റ് ആയിട്ട്, അതായത് CBU യൂണിറ്റ് ആയിട്ടാണ് വാഹനം എത്തുന്നത്. വാഹനത്തിൻ്റെ വില പ്രഖ്യാപിച്ചിട്ടില്ല. എങ്കിൽ പോലും എല്ലാവരും ഗസ് ചെയ്യുന്ന ഒരു വിലയെന്ന് പറഞ്ഞാൽ 35 ലക്ഷം മുതൽ 40 ലക്ഷം വരെ ഉള്ള ഒരു വിലയിലായിരിക്കാം നിസാൻ ഈ വാഹനം അവതരിപ്പിക്കുന്നത്. ശരിക്കും മാഗ്നൈറ്റിൻ്റെ വില പ്രഖ്യാപനം നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ചതുപോലെ കടുത്ത മത്സരമുള്ള 6 സീറ്റർ 7 സീറ്റർ SUV ലോകത്തേക്ക് നിസാൻ എക്സ്ട്രയിൽ അവർ ലോഞ്ച് ചെയ്ത ശേഷം 2 വർഷത്തിന് ശേഷം ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ മികച്ച ഒരു വിലയിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കാം. അപ്പം വാഹനത്തിൻ്റെ മറ്റ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 21 വർഷം കൊണ്ട് 7.8 മില്യൺ എക്സ്ട്രയിലുകളാണ് നിസാൻ മോട്ടോർ കോർപ്പറേഷൻ ലോകത്താകമാനം വിറ്റത്. ശരിക്കും അവരുടെ കയ്യിൽ ഏറ്റവും ഒരു വലിയ പ്രാധാന്യമുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് നിസാൻ എക്സ്ട്രയിൽ. ഇന്ത്യയിൽ അവരുടെ സാന്നിധ്യം കൂടുതൽ അറിയിക്കാൻ വേണ്ടിയിട്ട് അവർ ശരിക്കും അവരുടെ CBU ബിസിനസ്, അതായത് കംപ്ലീറ്റ്ലി ബിൽറ്റപ്പ് യൂണിറ്റായി വാഹനം എത്തിക്കുന്ന ആ ഒരു ബിസിനസ് കൂടുതൽ കരുത്താർജിക്കാൻ പോകുന്നു എന്ന് തന്നെയും നിസാൻ ഒഫീഷ്യൽസ് ഇതിൻ്റെ ലോഞ്ചുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങിൽ നമ്മളോട് പറയുകയുണ്ടായി. അപ്പം നിസാൻ എക്സ്ട്രയിൽ എത്തുന്നത് 3 നിറങ്ങളിലാണ്. നമ്മളോടൊപ്പമുള്ളത് ബ്ലാക്കാണ്. അതേപോലെ തന്നെ ഗ്രേയിലും അതുപോലെ വൈറ്റിലും ഈ വാഹനം എത്തുന്നുണ്ട്. ടെക്നോളജി മികവിൽ ഡ്രൈവിംഗ് സുഖകരമാക്കുന്ന ഒരു പെർഫെക്റ്റ്
അർബൻ ഫാമിലി SUV ആണ് നിസാൻ എക്സ്ട്രൈൽ എന്ന് പറയാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ 1.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ തന്നെയാണ്. VC ടർബോ എഞ്ചിൻ്റെ ബാഡ്ജിങ് ഇവിടെയായിട്ട് കാണാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ആദ്യത്തെ പെട്രോൾ വേരിയബിൾ കംപ്രഷൻ എഞ്ചിനാണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു ടർബോ പെട്രോളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിനകത്തേക്ക് ആലിസ് മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് 12 വോൾട്ട് മൈൽഡ് ഹൈബ്രിഡ് ആണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. മികച്ച പെർഫോമൻസിനും മികച്ച ഫ്യൂവൽ എഫിഷ്യൻസിക്കും ഈ VC ടർബോ എഞ്ചിൻ സഹായിക്കുന്നു. നമുക്കത് ഡ്രൈവിങ്ങിൽ നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ശരിക്കും സ്പോർട്സ് മോഡിലൊക്കെ വാഹനം ഓടിക്കുമ്പോൾ വാഹനത്തിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല. ശരിക്കും ഡ്രൈവിംഗ് കംഫർട്ട്, അതായത് ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. വളരെ സുഖകരമായിട്ടുള്ള ഒരു യാത്രയാണ് നിസാൻ്റെ ഈ 1.5 VC ടർബോ എഞ്ചിൻ പ്രദാനം ചെയ്യുന്നത്. അതായത് 2 നൂറ്റാണ്ടിലൂടെ കടന്നു വന്ന ഒരു പ്രോഡക്റ്റ്, അതിൻ്റെ ഏറ്റവും ഒരു റിഫൈൻഡ് പതിപ്പാണ് 2024 ഓഗസ്റ്റ് 7 ഇന്ത്യയിലേക്ക് എത്താൻ പോകുന്നത് എന്നുള്ള കാര്യം വീണ്ടും എടുത്തു പറയുന്നു. അപ്പോൾ മറ്റൊരു പ്രത്യേകത ഞാൻ പറഞ്ഞു, ഇതിനകത്തേക്ക് 12 വോൾട്ട് ഹൈബ്രിഡ് സിസ്റ്റം ടെക്നോളജി വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ വാഹനത്തിലേക്ക് ധാരാളം റീജനറേറ്റീവ് എനർജിയൊക്കെ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി കൂടും എന്ന് തന്നെ നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും. രണ്ട് നൂറ്റാണ്ടിലേറെ ലെഗസിയുള്ള നിസാൻ എക്സ്ട്രൈലിൻ്റെ ബുക്കിംഗ് ജൂലൈ 23 ആരംഭിക്കും. ഓഗസ്റ്റ് 1 ഇന്ത്യയിൽ ഔദ്യോഗികമായി ഈ വാഹനം ലോഞ്ച് ചെയ്യുക. കംപ്ലീറ്റ്ലി ബിൽറ്റപ്പ് യൂണിറ്റായി എത്തുന്ന എക്സ്ട്രൈലിൻ്റെ വിലയും ഓഗസ്റ്റ് 1 പ്രഖ്യാപിക്കും. ബുക്ക് ചെയ്യുന്ന ആദ്യത്തെ 150 പേർക്ക് വാഹനം ഉടനടി കൈമാറാനാണ് നിർമ്മാതാക്കളുടെ തീരുമാനം. ഇതിനായി വാഹനം ചെന്നൈയിലെ നിർമ്മാണ യൂണിറ്റിൽ എത്തിയിട്ടുമുണ്ട്. ഈ അർബൻ ഫാമിലി SUV സ്വന്തമാക്കാൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ലെന്നർത്ഥം. ജീപ്പ് മെറിഡിയൻ, മഹീന്ദ്ര XUV 700, സ്കോഡ കോഡിയാക്, ടൊയോട്ട ഫോർച്യൂണർ, MG ഗ്ലോസ്റ്റർ എന്നീ SUVകളാണ് എക്സ്ട്രൈലിനോട് നേരിട്ടും അല്ലാതെയും മത്സരിക്കുന്നത്. PS പവറും 300 Nm ടോർക്കുമാണ് വാഹനത്തിൻ്റെത്. ശരിക്കും വാഹനത്തിന് 3 ഡ്രൈവ് മോഡ്സ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. സ്റ്റാൻഡേർഡ്, ഈക്കോ, അതുപോലെ തന്നെ സ്പോർട്സ് മോഡ്. ഈ 3 മോഡുകളിലും നമ്മൾ വാഹനം ഓടിച്ചു. സിറ്റിയിലൂടെയൊക്കെ തന്നെ നമുക്ക് ഓടിക്കുമ്പോൾ ഇതിനകത്തേക്ക് ഒരു മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ ധാരാളം റീജനറേറ്റീവ് എനർജി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വേഗത കൈവരിക്കുന്ന സമയങ്ങളിൽ ഹൈവേകളിലൊക്കെ തന്നെ സ്പോർട്സ് മോഡിലൊക്കെ വാഹനം ഓടിച്ചു. മികച്ച പെർഫോമറാണ് നിസാൻ്റെ എക്സ്ട്രൈൽ എന്ന് തീർച്ചയായിട്ടും പറയുന്നു. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് ഹൈബ്രിഡ് ടെക്നോളജി വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ലോ എമിഷനാണ്. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഫ്യൂവൽ എഫിഷ്യൻസിയും വളരെ മികച്ചതാണെന്ന് പറയുന്നു. പുത്തൻ നിസാൻ എക്സ്ട്രൈലിൽ എത്തുന്നത് എക്സ്ട്രോണിക് CVT ട്രാൻസ്മിഷനാണ്. അതായത് ഇത് ഫ്യൂവൽ എഫിഷ്യൻസിക്കും വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് അനുഭവത്തിനും ഏറ്റവും മികച്ചതായിട്ടുള്ള ഒരു ട്രാൻസ്മിഷനാണ് ഇതിനകത്തേക്കുള്ളത്. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് ഡ്യുവൽ ഓയിൽ പമ്പ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ടെക്നോളജി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് എക്സ്ട്രീം കണ്ടീഷൻസിൽ വരെ, ഇന്ത്യയിലെ ഒരു വെതർ കണ്ടീഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ പല പല സാഹചര്യത്തിലും ഗിയർ ഷിഫ്റ്റിംഗ് ഏറ്റവും ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഡ്യുവൽ ഓയിൽ പമ്പ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ടെക്നോളജി കൂടി നിസാൻ മോട്ടോർ കോർപ്പറേഷൻ ഈ വാഹനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നിസാൻ വാഹനങ്ങളുടെ പൈതൃക മുഖത്തിന് കുറച്ചും കൂടി മികച്ച ഭംഗി നൽകിയിരിക്കുന്നു നിസാൻ എക്സ്ട്രൈൽ എന്ന് തന്നെ പറയാം. മുൻഭാഗം കൊണ്ട് തന്നെ നമുക്കിത് ഒരു നിസാൻ വാഹനമാണെന്ന് തീർച്ചയായിട്ടും അറിയാൻ പറ്റുന്ന രീതിയിൽ അവരുടെ ഒരു ഗ്രില്ലാണെങ്കിലും ഒക്കെ തന്നെ ആ രീതിയിൽ തന്നെയാണ് നിസാൻ എക്സ്ട്രൈലിലേക്കും വരുന്നത്. വി മോഷനിലുള്ള ഡബിൾ ഗ്രില്ലാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ക്രോമിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ഈ ഒരു ക്രോം എലിമെൻ്റ് ഈ പ്ലേറ്റ് കൊടുത്തിരിക്കുന്നത് കുറച്ച് വിഡ്ത്തിലാണ്. സെക്കൻഡ്ലി അവർ ഒരു വളരെ ലീനായിട്ടുള്ള ഒരെണ്ണം കൂടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത് എല്ലാം LED ലൈറ്റുകളാണ്. DRL വന്നിരിക്കുന്നു. വളരെ സ്ലീക്കായിട്ടുള്ള ഒരു ഹെഡ് ലാമ്പ് വന്നിരിക്കുന്നു. നിസാൻ്റെ ലോഗോ ഇവിടെ മനോഹരമായി തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്കിഡ് പ്ലേറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വാഹനത്തിലേക്ക് 360 ഡിഗ്രി ക്യാമറയും നൽകിയിട്ടുണ്ട്. വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള ഡിസൈനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ എയറോഡൈനാമിക്സിന് ഒരുപാട് പ്രാധാന്യം നൽകുന്ന രീതിയിലാണ് നിർമ്മാതാക്കൾ ഈ വാഹനത്തെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മുൻഭാഗത്തെ ഗ്രില്ലുകളുടെ പ്ലേസ്മെൻ്റ് ആണെങ്കിലും
അതുപോലെ തന്നെ ഈ ഒരു ഫ്ലോട്ടിംഗ് റൂഫിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഒക്കെ തന്നെ എയറോഡൈനാമിക്സിന് ഒരുപാട് പ്രാധാന്യം നൽകുന്നു. സൈഡ് പ്രൊഫൈലിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വളരെ ബോൾഡ് ലുക്ക് ഈ SUVക്ക് നൽകുന്ന ഒന്നാണ് ഇതിൻ്റെ വീൽ ആർച്ചും 20 ഇഞ്ച് ഡ്യുവൽ കട്ട് അലോയ് വീലും. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 210 mm ആണ്. സൈഡ് ക്ലാഡിംഗ് കൊടുത്തിട്ടുണ്ട്. വളരെ റസ്റ്റിക് ഫീലുള്ള ഒരു സൈഡ് ക്ലാഡിംഗ് ഒക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്. സൈഡ് പ്രൊഫൈൽ ശരിക്കും മികച്ചതാണ്. ശരിക്കും ഒരു ഓൾ ബ്ലാക്ക് എക്സ്റ്റീരിയർ ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ശരിക്കും ഒരു കരുത്തനായ ഒരു വലിയ വലിപ്പമേറിയ SUV എന്ന് തോന്നും. ഈ വാഹനത്തിൻ്റെ നീളം 4680 mm ആണ്. ഇതിൻ്റെ ഒരു പൊക്കം 1785 ആണ്. ഈ വാഹനത്തിൻ്റെ ടേണിംഗ് റേഡിയസ് 5.5 മീറ്ററാണ്. നിസാൻ എക്സ്ട്രയിലിൻ്റെ മറ്റൊരു പ്രത്യേകത 85 ഡിഗ്രി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഡോറുകളാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് റോയിലേക്കും തേർഡ് റോയിലേക്കും ഒക്കെ കടന്നിരിക്കാൻ യാത്രക്കാർക്ക് ഏറ്റവും വേഗത്തിൽ സാധിക്കും. ഇനി പിൻനിര വിശേഷങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതും ഏറ്റവും മനോഹരമായിട്ടുള്ളതും അവരുടെ ഒരു ബൂമറാങ് സ്റ്റൈലിലുള്ള ആ ഒരു ഷേപ്പിലുള്ള ഇതിൻ്റെ റിയർ ലൈറ്റുകളാണ്. ഇതിനകത്തേക്ക് കൊടുത്തിരിക്കുന്നത് ശരിക്കും റെയിൻ ഡ്രോപ്സിൻ്റെ ഒരു 3D എഫക്റ്റ് വരുന്നത് പോലത്തെ ഉള്ള ഒരു ഡിസൈനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതായത് നിസാൻ പറയുന്നത് നേച്ചറിനോട് ഏറ്റവും അടുത്ത് നിൽക്കുക, അതിനോട് ചേർന്ന് നിൽക്കുന്ന ഡിസൈൻ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ബൂമറാങ് സ്റ്റൈൽ LED റിയർ ലൈറ്റ് മനോഹരമായിരിക്കുന്നു എന്ന് തന്നെ പറയുന്നു. അതുപോലെ തന്നെ വളരെ സ്പോട്ടി ആയിട്ടുള്ള ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ റെയിൻ സെൻസേഴ്സ് വൈപ്പേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നിസാൻ്റെ ബാഡ്ജിങ് ഇവിടെയായിട്ട് വന്നിരിക്കുന്നു. എക്സ്ട്രയൽ എന്നത് വന്നിരിക്കുന്നു. അപ്പോൾ പിൻനിര മൊത്തത്തിൽ മനോഹരമാണ്, ക്യൂട്ടാണ് എന്ന് തന്നെ പറയുന്നു. നിസാൻ എക്സ്ട്രയലിൻ്റെ കാർഗോ വോളിയത്തെ കുറിച്ചിട്ട് ഒരുപാട് പറയാനുണ്ട്. 16 രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ബൂട്ട് സ്പേസ് ആണ് നിസാൻ എക്സ്ട്രയലിനുള്ളത്. ഇതൊരു 7 സീറ്റർ വാഹനമാണ്. ഇതിൻ്റെ സെക്കൻഡ് റോയും തേർഡ് റോയും ഒക്കെ തന്നെ നമുക്ക് ടെമ്പിൾ ചെയ്യാം, സ്ലൈഡ് ചെയ്യാം. ഒരുപാട് രീതിയിൽ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇതിനെ മാറ്റുകയും തിരിക്കുകയും ഒക്കെ തന്നെ ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നിസാൻ എക്സ്ട്രയലിൻ്റെ ഇൻറ്റീരിയർ റിലയബിൾ ആണ്. അതുപോലെ തന്നെ വളരെ റിഫൈൻഡ് ആണ്. ഇതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സീറ്റുകളുടെ അപ്പോൾസ്ട്രി ശരിക്കും ഫാബ്രിക്കിലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സീറ്റിംഗ് കംഫർട്ട്, നല്ല തൈ സപ്പോർട്ട്, ലംബാർ സപ്പോർട്ട് ഒക്കെ തന്നെ നൽകുന്ന ഒന്നാണ്. യാതൊരുവിധമായ ക്ഷീണമോ ഒന്നും തന്നെ നമുക്ക് കാലുകൾക്കൊന്നും തന്നെ തോന്നില്ല. ഇതിൻ്റെ കുഷനിങ് മികച്ചതാണെന്ന് തന്നെ ഞാൻ പറയുന്നു. ഇത് ഫാബ്രിക്കിലാണ് നൽകിയിരിക്കുന്നത്, ലെതറിലൊന്നുമല്ല എന്നുകൂടി എടുത്തു പറയുന്നു. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻറ്റീരിയർ കളർ തീം അപ്പർ പോർഷൻ ഗ്രേയിലാണ്. അതുപോലെ തന്നെ ഒരു ലൈറ്റ് ബ്രൗണിലാണ് ഈ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡ് ഡിസൈൻ ആണെങ്കിലും ഡോർ പാനൽസിൻ്റെ അപ്പർ പോർഷനും എല്ലാം തന്നെ വരുന്നത്. പിന്നെ ബ്ലാക്കിനോട് ചേർന്ന് നിൽക്കുന്ന ഡാർക്ക് ഗ്രേയിലാണ് ഡാഷ്ബോർഡിൻ്റെ ഈ ഭാഗങ്ങളെല്ലാം തന്നെ വരുന്നത്. ക്രോം എലിമെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മറ്റൊന്നെന്ന് പറയാനുള്ളത് 8 ഇഞ്ച് വലുപ്പം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. ഇതിനകത്തേക്ക് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം തന്നെ വരുന്നുണ്ട്. OTA ഓവർ ദ എയർ അപ്ഡേറ്റ്സ്, അതുപോലെ ടെക്നോളജിയിലുള്ള എല്ലാ കാര്യങ്ങളും, ആധുനിക കാലത്തിൻ്റെ എല്ലാ കാര്യങ്ങളും തന്നെ അതിനകത്തേക്ക് വന്നിട്ടുണ്ട്. ഡീകട്ട് സ്റ്റിയറിംഗ് വീലാണ്, കൺട്രോൾസ് എല്ലാം തന്നെ അതിനകത്തേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 12.5 സെൻറ്റിമീറ്റർ വലിപ്പത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, വളരെ ക്ലാരിറ്റിയുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, ഡ്രൈവർക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷനും അതിനകത്തേക്ക് വന്നിട്ടുണ്ട്. സെൻട്രൽ കൺസോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്തേക്ക് വയർലെസ് ചാർജിങ് സൗകര്യം വന്നിട്ടുണ്ട്. ഷിഫ്റ്റ് ബൈ വയർ ടെക്നോളജിയോട് കൂടിയ ഷിഫ്റ്റർ വന്നിട്ടുണ്ട്. ഗിയർ ഷിഫ്റ്റിംഗ് ആണെങ്കിലും മറ്റു കാര്യങ്ങളുമൊക്കെ തന്നെ വളരെ ഈസിയായി, ലാഗിങ് ഇല്ലാതെ വളരെ സ്മൂത്തായി തന്നെ നടക്കുന്നു. ഇതിനകത്തേക്ക് ഡബിൾ കപ്പ് ഹോൾഡർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വാഹനത്തിലേക്ക് 3 ഡ്രൈവ് മോഡ്സ് വന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ്, ഇക്കോ, അതുപോലെ സ്പോർട്സ് മോഡ്. 3 ഡ്രൈവ് മോഡിലും നമ്മൾ വാഹനം ഓടിച്ച് സ്പോർട്സ് മോഡിലൊക്കെ ഒരു രക്ഷയുമില്ലാത്ത പെർഫോമൻസാണ് വാഹനം കാഴ്ചവെക്കുന്നത്. അതുപോലെ ഓട്ടോ ഹോൾഡ് ഉണ്ട്. അതുപോലെ ബട്ടർഫ്ലൈ ഓപ്പണിങ്ങും ക്ലോസിങ്ങും വരുന്ന ഒരു സെൻട്രൽ കൺസോളിൻ്റെ ഇവിടെയായിട്ട് വലിയ ഒരു സ്റ്റോറേജ് സ്പേസും എക്സ്ട്രയലിൽ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് പറയാനുള്ളത് ഇതിനകത്തേക്ക് ഡ്യുവൽ സോൺ AC കൺട്രോളാണ് വന്നിരിക്കുന്നത്. പിന്നെ പനോരമിക് സൺറൂഫ് ഉണ്ട്. 2ാം നിര 3ാം നിര യാത്രക്കാർക്കൊക്കെ തന്നെയും ഉപകാരപ്പെടുന്ന രീതിയിൽ വലിയ സൺറൂഫാണ് എക്സ്ട്രയലിന് നൽകിയിരിക്കുന്നത്. 2705 mm ആണ് നിസാൻ എക്സ്ട്രയലിൻ്റെ വീൽ ബേസ്. ഇൻറ്റീരിയർ ശരിക്കും സ്പേഷ്യസ് ആണെന്ന് തന്നെ പറയുന്നു. 2ാം നിര വലിയ സുഖ സൗകര്യത്തോടു കൂടിയിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കും. നല്ല ലെഗ്
നല്ല ഹെഡ് റൂമും നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് രണ്ടാം നിരയിലെയും ഒന്നാം നിരയിലെയും സീറ്റുകൾ നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റും. ഈ വാഹനത്തിൻ്റെ മൂന്നാം നിരയിലേക്കുള്ള എൻട്രി എന്ന് പറഞ്ഞാൽ രണ്ടാം നിരയിലെ സീറ്റുകൾ സ്ലൈഡ് ചെയ്ത് ടംബിൾ ചെയ്ത ശേഷമാണ്. അപ്പോൾ ഇതിനകത്തേക്ക് കൊടുത്തിരിക്കുന്ന ഹെഡ് റെസ്റ്റുകളെല്ലാം തന്നെ സ്ലൈഡിംഗ് ആണ്. ഇവിടെ ഹാൻഡ് റെസ്റ്റ് ആയിട്ടും കപ്പ് ഹോൾഡറായിട്ടും ഫോണൊക്കെ പ്ലേസ് ചെയ്യാവുന്ന രീതിയിലും ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൂന്നാം നിരയാണ് ഇനി ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നെന്ന് പറഞ്ഞാൽ ശരിക്കും 7 സീറ്റർ SUVയുടെ മൂന്നാം നിര തീർച്ചയായിട്ടും കിഡ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടം എത്രത്തോളം സ്പേഷ്യസ് ആണ് എന്ന് തന്നെ ഒന്ന് ഫീൽ ചെയ്യുക. രണ്ടാം നിരയിലെ ഈ സീറ്റ് മുന്നിലേക്ക് സ്ലൈഡ് ചെയ്ത ശേഷമാണ് മൂന്നാം നിരയിലേക്ക് കടന്നിരിക്കുന്നത്. ഒറ്റക്കാഴ്ചയിൽ തന്നെ വളരെ ഇടുങ്ങിയ ഒരു മൂന്നാം നിരയാണ്. എന്തായാലും കടന്നിരുന്ന് നോക്കാം. രണ്ടാം നിരയിൽ പാസഞ്ചേഴ്സ് ഉള്ളപ്പോൾ മൂന്നാം നിരയിൽ ഇരിക്കുന്നത് കുറച്ച് കഷ്ടപ്പെട്ടാണ്. 5 അടി മാത്രം പൊക്കമുള്ള എനിക്ക് പോലും ഇരിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. കാലുകൾ നീട്ടിയൊന്നും ഇരിക്കാൻ പറ്റില്ല. നമുക്കറിയാം 6 സീറ്റർ 7 സീറ്റർ SUVകളുടെ മൂന്നാം നിര എല്ലാം തന്നെയും ഏകദേശം ഇതേ അവസ്ഥയിലാണ്. എന്നാലും ഇത് കുറച്ചും കൂടി ചെറുതല്ലേ എന്ന് തോന്നുന്നു. എന്തായാലും എല്ലാ ഹെഡ് റെസ്റ്റുകളിലും സ്ലൈഡിംഗ് ആയി കൊടുത്തിട്ടുണ്ട്. ഇവിടെ യൂട്ടിലിറ്റി സ്പേസ് കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. റൂഫ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. സീറ്റ് ബെൽറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് കൊടുത്തിരിക്കുന്ന എല്ലാ ഹെഡ് റെസ്റ്റ് 7 ഹെഡ് റെസ്റ്റുകളും സ്ലൈഡിംഗ് ആണ്. ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു CVT ട്രാൻസ്മിഷനിലുള്ള വാഹനത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി, ഡ്രൈവിംഗ് കംഫർട്ട് എല്ലാം തന്നെയും നൽകുന്നുണ്ട്. ഇതിനകത്തേക്ക് D-സ്റ്റെപ്പ് ലോജിക് കൺട്രോൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗിയർ ഷിഫ്റ്റിംഗ് വളരെ സ്മൂത്താണ്. അതുപോലെ തന്നെ ഡ്യുവൽ പമ്പ് ഓയിൽ സിസ്റ്റം വരുന്നുണ്ട്. അപ്പം ഗിയർ ഷിഫ്റ്റിങ്ങിലൊക്കെ തന്നെയും വളരെ വേഗത്തിൽ, അതായത് എക്സ്ട്രീം കണ്ടീഷൻസിലൊക്കെ തന്നെയും വളരെ സ്മൂത്തായി ഗിയർ ഷിഫ്റ്റിംഗ് സാധ്യമാകുന്നു. അപ്പോൾ നമുക്ക് ഒരു ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് വാഹനം ഓടിക്കുന്നത്ര കംഫർട്ടോട് കൂടിയിട്ട് ഈ CVT വാഹനം ഓടിക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്തേക്ക് 3 ഡ്രൈവ് മോഡാണ് ഉള്ളത്. നമ്മളിപ്പോൾ പോകുന്നത് ഡൽഹി മുംബൈ എക്സ്പ്രസ് ഹൈവേയിലൂടെയാണ്. വാഹനത്തിൻ്റെ എല്ലാവിധ കരുത്തും ഇതിൻ്റെ ഒരു പെർഫോമൻസും ഒക്കെ തന്നെ നമുക്ക് അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ റൂട്ട് അവർ ഒഫീഷ്യൽസ് സജസ്റ്റ് ചെയ്തത്. ഈ വാഹനം 0 നിന്ന് 100 കിലോമീറ്റർ സ്പീഡിലെത്താൻ 9.8 സെക്കൻഡ് മാത്രമാണ് എടുക്കുന്നത്. ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി വാഹന നിർമ്മാതാക്കൾ പറയുന്നത് 13.7 കിലോമീറ്റർ ആണ്. അതേപോലെ തന്നെ 4800 RPM-ൽ 163 PS പവറാണ് വാഹനത്തിന് ഉള്ളത്. 300 ന്യൂട്ടൺ മീറ്റർ ടോർക്കാണ് ഉള്ളത്. എല്ലാ രീതിയിലും നല്ല കംഫർട്ട് ഉണ്ട്. അത്യാവശ്യം എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും വാഹനത്തിലേക്ക് അവർ നൽകിയിട്ടുണ്ട്. സീറ്റിംഗ് കംഫർട്ടിനെ കുറിച്ച് എടുത്തു പറയുന്നു. സ്റ്റിയറിംഗ് കൺട്രോൾ ആണെങ്കിലും ഉയർന്ന സ്പീഡുകളിൽ പോകുമ്പോൾ വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി ആണെങ്കിലും ഒക്കെ തന്നെ മികച്ചതാണ്. ഏറ്റവും എടുത്ത് പറയേണ്ടത് ജാപ്പനീസ് DNA-യിലുള്ള ഇത്രയും റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ ലോകത്തിലെ തന്നെ ആദ്യത്തെ ഇത്തരത്തിലുള്ള ഒരു എഞ്ചിനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അത് ഇഷ്ടപ്പെടുന്ന ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വാഹനം ഒരു മികച്ച ചോയ്സാണ്. പിന്നെ ഒറ്റയൊരു കൺസേണേ ഉള്ളൂ, അതായത് ഇതൊരു കംപ്ലീറ്റ്ലി ബിൽറ്റപ്പ് യൂണിറ്റ് ആയിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. 35 ലക്ഷം മുതൽ 40 ലക്ഷം വരെയൊക്കെ വില നമ്മൾ പ്രതീക്ഷിക്കുന്നു. കുറേ കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ തന്നെ ശക്തരായി ഈ സെഗ്മെൻറ്റിൽ ഉണ്ട്. അപ്പം വരും കാലങ്ങളിൽ ചെന്നൈയിലുള്ള ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഇവിടെ വന്ന് അസംബിൾ ചെയ്യുന്നത് പോലെ ഈ വാഹനം അവതരിപ്പിച്ചാൽ കുറേ വില കുറയും എന്ന് തന്നെ പറയുന്നു. എങ്കിൽ പോലും ഒരു കാര്യം കൂടി എടുത്തു പറയുന്നു, 35-40 ലക്ഷം രൂപ റേഞ്ചിലുള്ള ഒരു വാഹനത്തിൽ കൊണ്ടുവരാവുന്ന ചില കംഫർട്ട് എലിമെൻറ്റുകൾ ഈ വാഹനത്തിൽ എത്തിയിട്ടില്ല. ഇത്രയൊക്കെയാണ് ഈ വാഹനത്തെക്കുറിച്ചിട്ടുള്ള വിശേഷങ്ങൾ. ലോകത്തിലെ ആദ്യത്തെ വേരിയബിൾ കംപ്രഷൻ പെട്രോൾ എഞ്ചിൻ എക്സ്ട്രയിലൂടെ ഇന്ത്യയിലേക്ക് എത്തുകയാണ്. കുറഞ്ഞ കംപ്രഷനിൽ ഉയർന്ന കരുത്താണ് എഞ്ചിന്റെ പ്രത്യേകത. വളരെ പവർഫുള്ളായ ഓൺ ഡിമാൻഡ് ഔട്ട്പുട്ട് നൽകുന്നു ഈ 1.5 ലിറ്റർ VC പെട്രോൾ എഞ്ചിൻ. ലോകത്തിലെ ആദ്യത്തെ നിസാൻ പേറ്റന്റഡ് ആലിസ് മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജിയും കൂടിച്ചേരുന്നതോടെ ഡീസലറേറ്റീവ് സാഹചര്യത്തിലൊക്കെ തന്നെയും റീജനറേറ്റീവ് എനർജിയും ലഭിക്കുന്നു. ഡ്രൈവിങ്ങിൻ്റെ ഓരോ സാഹചര്യത്തിലും മികച്ച അനുഭവമാണ് കിട്ടിയത്. നമ്മൾ ശരിക്കും ഇഷ്ടപ്പെട്ടു പോകും ഈ ജാപ്പനീസ് SUV. മികച്ച സസ്പെൻഷൻ, NVH ലെവൽ മികച്ചത്, അതുപോലെ തന്നെ ഹാൻഡ്ലിങ്ങും വളരെ ഈസി. ഇനി അല്പം നിരാശ തോന്നിയ കാര്യങ്ങൾ കൂടി എടുത്തു പറയാം. ഇൻറ്റീരിയർ കുറച്ചുകൂടി പ്രീമിയം ആക്കാമെന്ന് തോന്നി. വെന്റിലേറ്റഡ് സീറ്റുകൾ നൽകിയിട്ടില്ല. 8 ഇഞ്ച് മാത്രമേ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ വലിപ്പം ഉള്ളൂ. അതുപോലെ തന്നെ ലാംഗ്വേജ് ക്യാമറയും ആകാമായിരുന്നു. പിന്നെ എന്നാൽ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ ഒരുപാട് സഹായകരമായി. ലെഫ്റ്റിലും റൈറ്റിലും അവർ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ നൽകിയിട്ടുണ്ട്. ചില പ്രശ്നങ്ങൾ ഒഴിവാക്കിയാൽ
കരുത്തനും മിടുക്കനുമാണ് ഈ SUV. നല്ല ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ്, കാണാൻ സൂപ്പർ ലുക്കാണെന്ന് കൂടി എടുത്തു പറയുന്നു. നിർമ്മാതാക്കൾ 13.7 കിലോമീറ്റർ ഫ്യൂവൽ എഫിഷ്യൻസി പറയുമ്പോൾ പല പല മോഡുകളിൽ ഈ വാഹനം പല സ്പീഡുകളിൽ ഒക്കെ തന്നെയും ഓടിച്ചപ്പോൾ റിയൽ ലൈഫിൽ എനിക്ക് കിട്ടിയത് 9 കിലോമീറ്റർ ഫ്യൂവൽ എഫിഷ്യൻസിയാണ്. സേഫ്റ്റിക്ക് നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് നിസാൻ എക്സ്ട്രൈൽ SUV-യിൽ. 7 എയർ ബാഗുകൾ ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. 4 വീലുകളിലേക്കും ഡിസ്ക് ബ്രേക്ക് വന്നിട്ടുണ്ട്. എമർജൻസി പാർക്കിംഗ് ബ്രേക്ക് നൽകിയിട്ടുണ്ട്. സറൗണ്ട് വ്യൂ മോണിറ്റർ ക്യാമറ വാഹനത്തിലേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് ABS, EBD എല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. റെയിൻ സെൻസേഴ്സ്, വൈപ്പേഴ്സ് നൽകിയിട്ടുണ്ട്. എല്ലാ ലൈറ്റുകളും LED ആണ്. അപ്പോൾ മറ്റൊന്ന് പറയാനുള്ളത്, വാഹനം 0 നിന്ന് 100 കിലോമീറ്റർ സ്പീഡിലെത്താൻ 9.8 സെക്കൻഡ് മാത്രമേ എടുക്കുകയുള്ളൂ. സ്പോർട്സ് മോഡിലൊക്കെ ഈ വാഹനം ഈ ഒരു കുതിപ്പിൽ നമ്മൾ ഓടിക്കാൻ സാധിച്ചു. ഇവിടുത്തെ ഹൈവേകളിലൂടെയൊക്കെ തന്നെയും വാഹനം ഓടിച്ചു. അതേപോലെ തന്നെ മറ്റൊന്ന് പറയാനുള്ളത്, വാഹന നിർമ്മാതാക്കൾ അവകാശപ്പെടുന്ന ഫ്യൂവൽ എഫിഷ്യൻസി 13.7 കിലോമീറ്ററാണ്. അപ്പം വാഹനത്തിനോടൊപ്പം ഉള്ള ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.